നമസ്കാരം. പൂജ ഹോളിഡേയ്സ് ആണ്. 2 ദിവസം അവധിയുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് പോവാം അങ്ങനെ നോക്കിയപ്പോഴാണ് അതിരപ്പള്ളി എത്തുന്നതിന് മുമ്പ് വെറ്റിലപ്പാറ നല്ലൊരു സ്പോട്ട് ഉണ്ട് നമ്മുടെ സുഹൃത്ത് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫ്രണ്ട്സിനെ വിളിച്ച് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. എന്തൊരു ഭംഗിയാണെന്നറിയാവോ, ഒരു ചെറിയൊരു മിനി വെള്ളച്ചാട്ടം. ചിലുപന്തി കിടക്ക് താന്നു കൊടുക്ക. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് ലൊക്കേഷൻ വരുന്നത് വെറ്റിലപ്പാറ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ മാജിക് ലാൻഡ്. ഇവിടെ ഒത്തിരി വില്ലാസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് 106-ാമത്തെ നമ്പറുള്ള വില്ലയാണ് നമുക്ക് കിട്ടിയത്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇപ്പം ഇതാണ് നമ്മുടെ റിസോർട്ട്. പിന്നെ നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഒരു ബനാന റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കോഫിയോ എന്തെങ്കിലും ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനോ, ലഘുവല്ല കേട്ടോ, ഹെവി ആയിട്ട് തന്നെ കഴിക്കാം. ഞങ്ങൾ ചെല്ലും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് അവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കും. പാർക്കറ്റിൻ്റെ ഉള്ളിൽ അവിടെ ചൂണ്ടന് സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കട്ട്ള മീൻ അവൻ ചൂണ്ടിട്ട് ജീവനുള്ളത് അതിനെ പിടിച്ച് റെഡിയാക്കി വെച്ചു. പിന്നെന്ത്, വിശന്ന് കിടന്നവന് ബിരിയാണി കിട്ടിയെന്ന് പറഞ്ഞാൽ വേഗം ഞങ്ങൾ അതിനെ അങ്ങോട്ട് സൈസാക്കി മസാലയൊക്കെ പുരട്ടിട്ട് അങ്ങോട്ട് വെച്ചു. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ, അസാധ്യമായൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളത് കഴിച്ചു. അതിന്റെ എണ്ണയിൽ 2 വെണ്ടയ്ക്ക വറുത്ത് കഴിച്ചു. അതും സൂപ്പർ ടേസ്റ്റ്. ഇത് ലിൻസൺ, കലാഭമണിയുടെ പാട്ട് നന്നായിട്ട് പാടുന്നവനാട്ടോ അവൻ. അവൻ നല്ല പാട്ട് പാടി വളരെ മനോഹരമാക്കിയ ട്രിപ്പിനെ. അങ്ങനെ ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ക്ഷീണം. ഇപ്പോൾ സമയം ഒരു 1:30 ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷീണം, പിന്നെ രാവിലെ നേരത്തെ എണീക്കണമല്ലോ, എല്ലാവരും ഇറങ്ങി. ആ കോമ്പൗണ്ടിൽ എനിക്ക് തോന്നുന്നു ആരും തന്നെ ഇല്ല. അപ്പം ഞാൻ വെറുതെ ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എല്ലാവരും സൈഡായി. കാരണം നേരം വെളുത്തിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ. അങ്ങനെ അങ്ങനത്തെ ദിവസം ഞങ്ങളെല്ലാവരും ഗുഡ് നൈറ്റ് അടിച്ചു കിടന്നുറങ്ങി. നേരം വെളുത്തു. എല്ലാവരും ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ പൊന്നേരി കൊണ്ടൊരു കഞ്ഞിയും മോരും, അതുപോലെ തന്നെ ഒരു ചമ്മന്തി, ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. കഞ്ഞി കുടിക്കാൻ സ്പൂണില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് മുറ്റത്തൊരു പ്ലാവ് നിൽക്കുന്നു. അങ്ങനെ പ്ലാവിൻ്റെ ഇലയൊക്കെ ഒടിച്ച് സ്പൂൺ ഉണ്ടാക്കി ഞങ്ങൾ സുഭിക്ഷമായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടോ. ഇതിങ്ങനെ മടക്കി ഇതിങ്ങനെ കുത്ത കട്ടിതണം ഒരു പിടുത്തം. ചമ്മന്തി വരുന്നുണ്ടല്ലേ? അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചങ്ങാതി വന്നിട്ട് പറഞ്ഞേ, നിങ്ങൾക്ക് കുളിക്കണമെങ്കിൽ ഒരു അടിപൊളി സ്ഥലമുണ്ട്,
എന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു 1/2 കിലോമീറ്ററിലധികം പോയാൽ മതി, അടുത്ത് തന്നെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കുളിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെയല്ലേ വൈബ്! കാണണം മക്കളെ, കാണണം. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ കുളിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു പറമ്പിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ പാർക്ക് ചെയ്തു. ആ കാണുന്നതാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണത്. ചെറിയൊരു പാറയാണ്, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. വെയിൽ കൊള്ളാണ്ട് തലയിൽ തുണി കെട്ടി. അപ്പൊ നമ്മുടെ ചങ്ങായിമാര് പറഞ്ഞേ, നീ ശരിക്കും ഒരു പെണ്ണിന്റെ ലുക്ക് ഉണ്ട്, എന്നാ പിന്നെ വീഡിയോക്ക് വന്ന പോസ്റ്റ് ചെയ്ത് കൊടുത്തു. ചേട്ടന്റെ പോകാൻ കാണിക്കേണ്ടി മതി. അപ്പൊ ഒരു ഫാമിലി ഒരു ചെറിയ കുട്ടിയോട് നല്ലൊരു പപ്പിക്കുട്ടീനെ കൊണ്ടുവന്നേക്കണം. അപ്പൊ കണ്ടപ്പോ അതിനൊരു ഓമനത്വം തോന്നി. അപ്പൊ കുറച്ചേരം അതിനെ ഞങ്ങൾ എല്ലാവരും ഒന്ന് കളിപ്പിച്ചിട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ച സ്ഥലം. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സമയം കിട്ടുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് പോകേണ്ട സ്ഥലം തന്നെയാണ്. വലിയ അപകടമില്ലാതെ കുളിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോസായിട്ട് കാണാം. അപ്പോൾ വീണ്ടും സന്ധ്യയ്ക്ക് വരക്കും. വണക്കം, നன்றി.